എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് മുന്നേ ഒപ്താൽമിക് പ്രിപ്പറേഷൻ പാർട്ട് 1 എടുത്തിരുന്നത്. അപ്പോൾ ഇത് അടുത്തത് ഒപ്താൽമിക് പ്രിപ്പറേഷൻ പാർട്ട് 2 ആണ്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒക്കുലാർ ഇൻസേർട്ട് എന്താണ്? നമ്മുടെ കണ്ണിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒക്കുലാർ ഇൻസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആൾറെഡി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വച്ചേക്കും. എന്താണ്? ഒരു മെഡിസിൻ ഇത്ര ടൈം ലിമിറ്റിനുള്ളിൽ ഇത്ര ഡോസിൽ ഇത്ര ദിവസം തന്നെ മെഡിസിൻസ് റിലീസ് ചെയ്യണമെന്ന് നമ്മൾ ആൾറെഡി തന്നെ എന്ത് ചെയ്യും? അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് അതിനെ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. ഒക്കുലാർ ഇൻസേർട്ട് ആർ ദോസ് ഇൻ വിച്ച് ദ ഡ്രഗ്സ് ഡെലിവേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫ്യൂഷണൽ മെക്കാനിസം. ഇവിടെ എങ്ങനെയാണ് ഡ്രഗ്സ് ഡെലിവർ ആവുന്നതെന്ന് വെച്ചാൽ ഡിഫ്യൂഷണൽ മെക്കാനിസം വഴിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിൽ ഡ്രഗ്സ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ ഡിഫ്യൂഷണൽ മെക്കാനിസം വഴിയാണ്. ഓക്കെ, ഇറ്റ് ഡെലിവേഴ്സ് ഡ്രഗ്സ് അറ്റ് എ കോൺസ്റ്റന്റ് നോൺ റേറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് ആൾറെഡി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് കൊണ്ട് അതിന് അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ എത്ര ഡോസാണ്, ഏത് ടൈമിങ്ങിലാണ്, എത്ര ദിവസത്തേക്കാണെന്ന് അതിന് കറക്റ്റ് തന്നെ നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്ത് വച്ചിട്ടാണ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് ഈ ഡിഫ്യൂഷണൽ മെക്കാനിസം വഴി എൻ്റർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കൂ, ലാക്രിസെറ്റ്. ലാക്രിസെറ്റ് എന്താണ്? ഹൈഡ്രോസി പ്രൊപ്പൈൽ സെല്ലുലോസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡ്രൈ ഐസ്. എന്തിനാണ് ലാക്രിസെറ്റ് എന്ന് പറയുന്നത്? ഹൈഡ്രോസി പ്രൊപ്പൈൽ സെല്ലുലോസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? ട്രീറ്റ്മെന്റ് ഓഫ് ഡ്രൈ ഐസിന്. നമ്മുടെ കണ്ണിനുള്ളിൽ യാതൊരുവിധ ലാക്രിമൽ സെക്രീഷൻസിന്റെ ഒരു നനവ് ഉണ്ടാവുമല്ലേ നമ്മുടെ കണ്ണിൽ തൊട്ട് നമുക്കറിയാം, ഒരു നനവ് ഉണ്ടാവും. അപ്പം ആ ഒരു നനവ് ഒട്ടും തന്നെ നമുക്ക് ഫീൽ ചെയ്യാത്ത ഡ്രൈ ഐസ് കണ്ടീഷനിലാണ് ഈ ലാക്രിസെറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ലാക്രിസെറ്റ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോസി പ്രൊപ്പൈൽ സെല്ലുലോസ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡ്രൈ ഐസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് ഡ്രൈ ഐസ്. പിന്നെ അടുത്ത് നോക്കാം, പൈലോകാർപ്പിൻ ഒക്യൂസെറ്റ്. അതിലെന്താണ്? പൈലോകാർപ്പിൻ എന്നുള്ള മെഡിസിൻ ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഒക്കുലാർ ഇൻസേർട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ്? പൈലോകാർപ്പിൻ ഒക്യൂസെറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെപ്പോഴ് അവിടെ ഏതൊക്കെ മെഡിസിൻ ആണ്? പൈലോകാർപ്പിൻ പ്ലസ് ആൽജിനിക് ആസിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൈലോകാർപ്പിൻ പ്ലസ് ആൽജിനിക് ആസിഡ്. ഓക്കെ, അപ്പം അതിനെന്ത് ചെയ്യുന്നത്? ഒരു സാൻഡ്വിച്ച് ഫോമിലാണ് അതിന് നമ്മൾ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് വയ്ക്കുന്നത്. സെൻട്രൽ മെഡിസിനും മുകളിലും താഴെയുമായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെഡിസിൻ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് പോകണമല്ലോ. അപ്പോൾ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് എന്ത് ചെയ്യും? നമ്മളെ മെഡിസിനെയും പ്ലേസ് ചെയ്ത് ഒരു സാൻഡ്വിച്ച് പ്ലേസ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പൈലോകാർപ്പിൻ ഒക്യൂസെറ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ പൈലോകാർപ്പിൻ ഒക്യൂസെറ്റിൽ എന്തൊക്കെയുണ്ട്? പൈലോകാർപ്പിൻ പ്ലസ് ആൽജിനിക് ആസിഡ് ഉണ്ടാവും. സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 EVA മെംബ്രെയിൻസ്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? 2 EVA മെംബ്രെയിൻ്റെ അകത്ത് സാൻഡ്വിച്ച് പോലെ ആര് പ്ലേസ് ചെയ്യും? ഈ മെഡിസിൻ പൈലോകാർപ്പിൻ പ്ലസ് ആൽജിനിക് ആസിഡിനെ നമ്മൾ പ്ലേസ് ചെയ്ത് വയ്ക്കും. റിലീസ് റേറ്റ് ഓഫ് പൈലോകാർപ്പിൻ ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 20 or 40 milligram per hour for 4 to 7 days. അപ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത്? പൈലോകാർപ്പിൻ്റെ റിലീസ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതെന്ന് വെച്ചാൽ 20 മുതൽ 40 മില്ലിഗ്രാം എന്നാണ്. ഒരു മണിക്കൂറിൽ 20 മുതൽ 40 മില്ലിഗ്രാം പൈലോകാർപ്പിൻ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് റിലീസ് ചെയ്യണം. അത് എത്ര ദിവസം കൊണ്ടായിരിക്കണം? 4 മുതൽ 7 ദിവസം കൊണ്ടാണ് ആ ഒരു പൈലോകാർപ്പിൻ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് ഇൻസേർട്ട് ആവുന്നത് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ആൾറെഡി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുമെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്? അത് ഏതാണ് മെഡിസിൻ? പൈലോകാർപ്പിൻ പ്ലസ് ആൽജിനിക് ആസിഡ് ആണ്. അത് ഒരു സാൻഡ്വിച്ച് ഫോമിലാണ് അതിന് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സെൻട്രൽ മെഡിസിനും മുകളിലും താഴെയും 2 EVA മെംബ്രെയിൻസും ഉണ്ടാവും. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 20 മുതൽ 40 മില്ലിഗ്രാം പെർ അവർ 4 to 7 days. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പൈലോകാർപ്പിൻ മെഡിസിൻ ആയിരിക്കും. 2 EVA മെംബ്രെയിൻസ് ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ കണ്ണിൻ്റെ ഐലിഡിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ഇൻട്രാ ഓക്കുലർ പ്രിപ്പറേഷൻസ്. പാരന്റൽ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ്, ഇറിഗേഷൻ സൊല്യൂഷൻസ്. ഏതൊക്കെയാണ്? ഒരു പാരന്റൽ ടൈപ്പിലുള്ള സൊല്യൂഷൻസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അവിടെ ഏതൊക്കെയാണ്? പാരന്റൽ ടൈപ്പ്
പ്രോഡക്ട്സും ഇറിഗേഷൻ സൊല്യൂഷൻസും പാരൻ്റൽ ടൈപ്പ് പ്രോഡക്ട്സും ഇറിഗേഷൻ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇൻട്രാ ഓക്കുലാർ പ്രിപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പാരൻ്റൽ ടൈപ്പ് പ്രോഡക്ട്സും ഇറിഗേഷൻ സൊല്യൂഷൻസും നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ നമ്മൾ ഈ സർജറി കേസിലൊക്കെ നമ്മൾ ഈ ഇറിഗേഷൻ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. അപ്പോൾ ഇൻട്രാ ഓക്കുലാർ പ്രോഡക്ട്സ് ആർ ഡിസൈൻ ആൻഡ് പാക്ക്ഡ് ആസ് പ്രിസർവേറ്റീവ് ഫ്രീ സിംഗിൾ യൂസ് പ്രോഡക്ട്സ്. ഇവിടെ എങ്ങനെയായിരിക്കണം? ഇതെന്തായിരിക്കണം? പ്രിസർവേറ്റീവ്സ് ഫ്രീ ആയിരിക്കണം. അതിലൊന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇൻട്രാ ഓക്കുലാർ ആണ്, നമ്മളെ കണ്ണിൽ ഉള്ളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം അവിടെ ഇൻട്രാ ഓക്കുലാർ ആയിരിക്കും പ്രിപ്പറേഷൻസിന് എന്താ വേണ്ടത്? പ്രിസർവേറ്റീവ്സുകൾ ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ സിംഗിൾ യൂസ് പ്രോഡക്റ്റ് ആയിരിക്കണം. ഒറ്റ തവണ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അത് മൾട്ടി ഡോസ് അല്ല. അവിടെ എന്താണ്? സിംഗിൾ ഡോസ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളും അങ്ങനെ ഒറ്റ തവണ മാത്രമേ അതിൻ്റെ സീല് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ തവണ മാത്രമേ അതിന് യൂസേജ് ഉള്ളൂ. അപ്പോൾ അവിടെ എന്തായിരിക്കണം? പ്രിസർവേറ്റീവ്സുകൾ ഉണ്ടാവാൻ പാടില്ല. സിംഗിൾ യൂസ് ആണ് ആ പ്രോഡക്ട്സ്. അത് ഏതാണ്? ഇൻട്രാ ഓക്കുലാർ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. അവയിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവില്ല, സിംഗിൾ യൂസ് ആയിരിക്കും. അപ്പം അത് ഏതൊക്കെയാണ്? ഇറിഗേഷൻ സൊല്യൂഷനും പാരൻ്റൽ ടൈപ്പ് പ്രോഡക്ട്സുകളുമാണ് ഈ ഇൻട്രാ ഓക്കുലാർ പ്രിപ്പറേഷൻസിൽ വരുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് അഡിറ്റീവ്സ് ആണ് അല്ലേ ഈ പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് അഡിറ്റീവ്സ് ആണ്. ഏതൊക്കെ അഡിറ്റീവ്സ് ആണെന്ന് നോക്കാം. വെഹിക്കിൾസ്. ഏതൊക്കെ വെഹിക്കിൾസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഫോർ ടോപ്പിക്കൽ ഡോസേജ് ഫോം. ഏതിനാണ്? ഒന്ന് ടോപ്പിക്കൽ ഡോസേജ് ഫോമിന് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ആദ്യം ടോപ്പിക്കൽ ഡോസേജ് ഫോമിന് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്ന വെഹിക്കിൾ ഏതെന്ന് നോക്കാം. ഏതാണ്? പ്യൂരിഫൈഡ് വാട്ടർ. ഈ പ്യൂരിഫൈഡ് വാട്ടർ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പ്യൂരിഫൈഡ് വാട്ടർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ബൈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ ഡീഅയണൈസേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് വഴിയൊക്കെ കിട്ടുന്ന പ്യൂരിഫൈഡ് വാട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോപ്പിക്കൽ ഡോസേജ് ഫോമിൻ്റെ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. എന്താണ്? പ്യൂരിഫൈഡ് വാട്ടർ ആണ്. അപ്പോൾ ഈ പ്യൂരിഫൈഡ് വാട്ടർ എങ്ങനെയൊക്കെയുള്ള പ്യൂരിഫൈഡ് വാട്ടർ ആണ്? ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി കിട്ടുന്നത്, ഡീഅയണൈസേഷൻ പ്രോസസ്സ് വഴി കിട്ടുന്നത്, അതുപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ് വഴി കിട്ടുന്ന പ്യൂരിഫൈഡ് വാട്ടർ ആണ് എന്തിൻ്റെ? ടോപ്പിക്കൽ ഡോസേജ് ഫോമിൻ്റെ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കാം, ഇൻട്രാ ഓക്കുലാർ പ്രോഡക്ട്സ് അല്ലേ. ഇൻട്രാ ഓക്കുലാർ പ്രോഡക്ട്സ് എന്താണ്? അത് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. അതെന്ന് പറയുന്നാൽ ഇൻട്രാ ഓക്കുലാർ പ്രോഡക്ട്സ് ഏതാണ്? വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ആണ്. ഇൻട്രാ ഓക്കുലാറിൽ നമ്മൾ അതിൻ്റെ വെഹിക്കിളായിട്ട് എടുക്കുന്നത് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ആണ്. അടുത്ത നോക്കാം, ഒഫ്താൽമിക് ഓയിൻമെൻറ്റ്. ഒഫ്താൽമിക് ഓയിൻമെൻറ്റിൻ്റെ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നത് മിനറൽ ഓയിൽ ആൻഡ് പെട്രോലാക്ടം കോമ്പിനേഷൻസ്. മിനറൽ ഓയിലും അതുപോലെ തന്നെ പെട്രോലാക്ടം കോമ്പിനേഷൻസും ആണ് ഒഫ്താൽമിക് ഓയിൻമെൻറ്റിൻ്റെ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പമല്ലേ പഠിക്കാൻ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കനിങ് ഏജന്റ് ആണ്. അപ്പോൾ തിക്കനിങ് ഏജന്റ് നമുക്കറിയാമല്ലേ, തിക്കനിങ് ഏജന്റ് എന്നൊക്കെ ഇനി നമ്മളത് പറയേണ്ട കാര്യമില്ല. നമ്മൾ പൗഡേഴ്സിൻ്റെയൊക്കെ കേസിൽ വളരെ നന്നായിട്ട് എന്തൊക്കെയാണ് തിക്കനിങ് ഏജൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഇവിടുത്തെ തിക്കനിങ് ഏജന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് തിക്കനിങ് ഏജന്റ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഇംപ്രൂവ് ദ വിസ്കോസിറ്റി ഓഫ് ദ പ്രിപ്പറേഷൻസ്. അതെന്ത് ചെയ്യുന്നു? വിസ്കോസിറ്റിയെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നു. ഇറ്റ് ഇംപ്രൂവ് ദ വിസ്കോസിറ്റി ഓഫ് ദ പ്രിപ്പറേഷൻസ്. തിക്കനിങ് ഏജന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? ഇംപ്രൂവ് ദ വിസ്കോസിറ്റി ഓഫ് ദ പ്രിപ്പറേഷൻസ്. ആ പ്രിപ്പറേഷൻസിൻ്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിക്കനിങ് ഏജന്റിനെ ഉപയോഗിക്കുന്നത്. അത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? പ്രൊലോങ് ദ കോർണിയൽ കോണ്ടാക്ട് ടൈം. നമ്മുടെ ആ മെഡിസിൻ നമ്മുടെ കോർണിയമായിട്ട് കുറച്ചധിക സമയം തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? തിക്കനിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യും? അതിൻ്റെ ഇംപ്രൂവ് ചെയ്യും. അതിൻ്റെ വിസ്കോസിറ്റിയെ ആ തിക്കനിങ് ഏജന്റ് ഇംപ്രൂവ് ചെയ്യും, അതല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കൂ, ഇൻ സസ്പെൻഷൻ. അപ്പോൾ സസ്പെൻഷന്റെ കേസിലാണ് പറയുന്നത്, ഇൻ സസ്പെൻഷൻ ദ ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി ആൾസോ റിട്ടാർഡഡ് ദ സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സസ്പെൻഷന്റെ കേസിൽ ഈ തിക്കനിങ് ഏജന്റ് എന്ത് ചെയ്യും? ഈ ഇൻക്രീസ് ചെയ്യും. എന്തിനെയാണ്? വിസ്കോസിറ്റിയെ ഇൻക്രീസ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ
ആ പാർട്ടിക്കിൾസ് എല്ലാം സെറ്റിൽ ആവുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സസ്പെൻഷന്റെ കേസിൽ നമ്മൾ തിക്കനിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? സസ്പെൻഷന്റെ കേസിൽ തിക്കനിങ് ഏജന്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? അത് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം എന്ത് ചെയ്യും, ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യത്തില്ല, ആ സെറ്റിൽ ആവുന്നതിനെ, പാർട്ടിക്കിൾ സെറ്റിൽ ആവുന്നതിനെ എന്ത് തടയും, ഈ തിക്കനിങ് ഏജന്റ് തടയും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ്, ടു മെയിൻറ്റെയിൻ ദെയർ സസ്പെൻഷൻ ഫോർ യൂണിഫോം ഡോസിങ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിഫോം ഡോസിങ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോസേജ് ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആരെ ആഡ് ചെയ്യും, തിക്കനിങ് ഏജന്റിനെ ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ സസ്പെൻഷനിൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഒന്ന് അത് പാർട്ടിക്കിൾസ് സെറ്റിൽ ആവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ കറക്റ്റ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു ഡോസേജ് ഫോം ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സസ്പെൻഷനിൽ തിക്കനിങ് ഏജന്റിനെ ആഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ തിക്കനിങ് ഏജന്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് തിക്കനിങ് ഏജന്റിന്റെ എക്സാമ്പിൾസ് എന്നാണ് നോക്കാം. പോളിവിനൈൽ അസറ്റേറ്റ്, മീഥൈൽ സെല്ലുലോസ്, സോഡിയം കാർബോസി മീഥൈൽ സെല്ലുലോസ്, PEG. ഇതൊക്കെയാണ് നമ്മുടെ തിക്കനിങ് ഏജന്റ് ആയിട്ട് ഐ ഡ്രോപ്സുകളിൽ ഉപയോഗിക്കുന്ന. തിക്കനിങ് ഏജന്റ് ഏതാണെന്ന് നോക്കാം. ഐ പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കുന്ന തിക്കനിങ് ഏജന്റ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ പോളിവിനൈൽ അസറ്റേറ്റ്, PEG, മീഥൈൽ സെല്ലുലോസ്, സോഡിയം കാർബോസി മീഥൈൽ സെല്ലുലോസ്, CMC എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതാണ് സോഡിയം കാർബോസി മീഥൈൽ സെല്ലുലോസ് ഒക്കെയാണ് തിക്കനിങ് ഏജന്റ് ആയിട്ട് ഒഫ്താൽമിക് പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പോളിവിനൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിട്ട്, ഇറ്റ് ഈസ് എ വാട്ടർ സോല്യുബിൾ ആൻഡ് ബൈ കോമ്പാറ്റിബിൾ പോളിമർ. അതാണ് വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള ബൈ കോമ്പാറ്റിബിൾ പോളിമർ ആണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം പോളിവിനൈൽ അസറ്റേറ്റ് ത്രൂ ദ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ്. ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഈ പോളിവിനൈൽ അസറ്റേറ്റ് കിട്ടുന്നത്. ഓക്കെ. പിന്നെ ബഫറിങ് ഏജൻസ്. എന്തിനാണ് ഈ ബഫറിങ് ഏജന്റ് ആഡ് ചെയ്യുന്നത്? നമുക്ക് തന്നെ അറിയാലോ എന്തിനാണ് ബഫർ ഏജന്റ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ pH മെയിൻറ്റെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഫറിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ കണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ലാക്രിമൽ സൊല്യൂഷൻസിന് ഒരു pH ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ അതിനോട് കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന pH ഉള്ള സാധനങ്ങളും അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന pH-ലുള്ളത് മാത്രമേ നമ്മുടെ കണ്ണിലേക്ക് ഒഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അതിൻ്റെ ഐസോട്ടോണിക് ഒക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്, ബഫറിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ pH മെയിൻറ്റെയിനിങ് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്, ബഫറിങ് ഏജന്റുകളെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ദ pH ഓഫ് ദ ഒഫ്താൽമിക് ഡ്രോപ്സ്. നമ്മുടെ ഒഫ്താൽമിക് ഡ്രോപ്സിന്റെ pH എന്ത് ചെയ്യണം, ഷുഡ് ബി ഈക്വലന്റ് ടു ദ ടിയർ ഫ്ലൂയിഡ്സ്. നമ്മളെ കണ്ണുനീര് അല്ലേ, നമ്മുടെ കണ്ണുനീരിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലാക്രിമൽ ഫ്ലൂയിഡ്സിന്റെ pHന് ഈക്വൽ ആയിരിക്കണം. ലാക്രിമൽ ഫ്ലൂയിഡ്സ് അല്ലെ ടിയർ ഫ്ലൂയിഡ്സിന് ഈക്വൽ ആയിരിക്കണം അല്ലേ, അതിനോട് ഈക്വലന്റ് ആയിരിക്കണം. അപ്പം അതിൻ്റെ നമ്മുടെ ഈ ലാക്രിമൽ അല്ലെങ്കിൽ ടിയർ ഫ്ലൂയിഡ്സിന്റെ pH എന്ന് പറയുന്നത് എത്രയാണ്, 7.4 ആണ് അല്ലേ. 7.4 ആണ് നമ്മുടെ ടിയർ ഫ്ലൂയിഡ്സിന്റെ pH എന്ന് പറയുന്നത്. എന്താണ്, 7.4 ആണ് നമ്മുടെ ടിയർ ഫ്ലൂയിഡിന്റെ pH. ഓക്കെ. അപ്പൊ ഇതിന് ഈക്വലന്റ് ആയിരിക്കണം നമ്മൾ ഒഴിക്കുന്ന ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിന്റെ pH എന്ന് പറയുന്നത് നമ്മുടെ ടിയർ ഫ്ലൂയിഡ്സിന് ഈക്വലന്റ് ആയിരിക്കണം. ഓക്കെ. എ ബഫർ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ pH വിത്തിൻ ദ സ്റ്റെബിലിറ്റി റേഞ്ച് ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഷെൽഫ് ലൈഫ്. ഇതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഒരു പ്രോഡക്റ്റിന് ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും അല്ലേ, ഒരു സെൽഫ് ലൈഫ് ഉണ്ടാവും. അത് ഇത്ര പീരീഡ് മുതൽ ഇത്ര, നമ്മൾ പറയുന്ന എക്സ്പയറി ഡേറ്റ്, അതാണ് പറയുന്നത് അതിൻ്റെ ഒരു സെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സെൽഫ് ലൈഫിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു pHന് അതിന് യാതൊരുവിധ ചേഞ്ചസും ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ നമ്മുടെ കണ്ണുകളിലേക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പം അതിന് pH ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ആ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്, ഈ ബഫറിങ് ഏജന്റുകളെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ. pH മെയിൻറ്റെയിനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്, ബഫറിങ് ഏജൻസിനെ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു സെൽഫ് ലൈഫ് പീരീഡിൽ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻസ് അതിൻ്റെ pH എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് ഇവിടെ വരുന്ന ബഫറിങ് ഏജൻസ് ഏതാണെന്ന് നോക്കാം. സോഡിയം സിട്രേറ്റ്, ബോറിക് ആസിഡ്, സോഡിയം ആസിഡ് ഫോസ്ഫേറ്റ്. ഏതൊക്കെയാണ്, സോഡിയം സിട്രേറ്റ് ഉണ്ട്, ബോറിക് ആസിഡ് ഉണ്ട്, സോഡിയം ആസിഡ് ഫോസ്ഫേറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ബഫറിങ് ഏജന്റ് ആയിട്ട് ഒഫ്താൽമിക് പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത്.
ഒന്നും കൂടെ പറയാം. സോഡിയം സിട്രേറ്റ്, ബോറിക് ആസിഡ്, സോഡിയം ആസിഡ് ഫോസ്ഫേറ്റ് എന്നിവയാണ് ബഫറിംഗ് ഏജന്റ് ആയിട്ട് നമ്മുടെ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ എക്സാമ്പിൾസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ആക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു MCQs തരുന്ന സമയത്ത് ഇതെല്ലാം ചോദിച്ചിരിക്കും. ഇപ്പം ഇതിൽ ഏതൊക്കെയാണ് ബഫറിംഗ് ഏജന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതെല്ലാം പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് എന്തായുള്ളൂ, കറക്റ്റായിട്ട് അതിനെ പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 എണ്ണമല്ലേ ഉള്ളൂ, 3 or 4 പ്രോഡക്ട്സ് ആണുള്ളത്. അതിനെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക. അടുത്ത പ്രിസർവേറ്റീവ്സ്. അപ്പം നമുക്കറിയാമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന്. എന്താണ്, ഒരു മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾക്കറിയാം ഓരോ ഐ ഡ്രോപ്സും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അടപ്പ് തുറന്ന് നമ്മുടെ കണ്ണിലേക്ക് ഒഴിക്കുന്നു. പിന്നെ അതിനെ എന്ത് ചെയ്യും, നമ്മൾ ക്ലോസ് ചെയ്ത് വയ്ക്കും അല്ലേ, അടച്ചു വയ്ക്കും. അപ്പം ആ ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു നോസ്ട്രിൽസിലോ അവിടെയൊന്നും യാതൊരുവിധ മൈക്രോബിയൽ ഗ്രോത്തും വരാൻ പാടില്ല. അത് എന്ത് ചെയ്യാൻ പാടില്ല, കണ്ടാമിനേറ്റ് ആവാൻ പാടില്ല. കാരണം നമുക്ക് പിന്നെയും ഇനിയും യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം മൾട്ടി ഡോസ് പ്രിപ്പറേഷൻസിലാണ് ആരെ ആഡ് ചെയ്യുന്നത്, പ്രിസർവേറ്റീവ്സിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിംഗിൾ ഡോസിലല്ല, കൂടുതലും മൾട്ടി ഡോസ് പ്രിപ്പറേഷൻസിലാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്, ഈ പ്രിസർവേറ്റീവ്സിനെ ആഡ് ചെയ്യുന്നത്. ആ കണ്ടാമിനേഷനെയും മൈക്രോബിയൽ ഗ്രോത്തിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. മെയിനായിട്ടും ചോദിക്കുന്ന, കുറേ വട്ടം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്രിസർവേറ്റീവ്സ് യൂസ്ഡ് ഇൻ ഒഫ്താൽമിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബെൻസാൽകോണിയം ക്ലോറൈഡ് ആണ് കേട്ടോ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് PSCയിൽ. ബെൻസാൽകോണിയം ക്ലോറൈഡ് ആണ്. പിന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെത്രയാണ്, 0.01% ആണ് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ വരുന്നത്. അപ്പം അതും കൂടെ പഠിച്ചു പോവുക. 0.01% ആണ്. അപ്പം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ പിന്നെയും പറയുന്നു, ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. പ്രിസർവേറ്റീവ്സ് ഏതാണെന്ന് ഒഫ്താൽമിക് പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നത് ബെൻസാൽകോണിയം ക്ലോറൈഡ് ആണ്. അതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 0.1% ആണ്, 0.01% ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മൈക്രോബിയൽ ഗ്രോത്ത്, ഒരു മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്, പ്രിസർവേറ്റീവ്സിനെ ആഡ് ചെയ്യുന്നത്. അതും മൾട്ടി ഡോസ് പ്രിപ്പറേഷൻസിലും അല്ലാണ് നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ പ്രിസർവേറ്റീവ്സിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോക്കാം. മെയിൻലി ഫോർ മൾട്ടി ഡോസ് കണ്ടെയ്നേഴ്സ്. മെയിൻലി എന്തിനാണ്, മൾട്ടി ഡോസ് കണ്ടെയ്നേഴ്സിലാണ് കൂടുതലായിട്ടും അത് നമ്മൾ ഉപയോഗിക്കുന്നത്. സൊല്യൂഷൻ ഇൻറ്റൻഡഡ് ഫോർ ഇൻട്രാ ഓക്കുലർ യൂസ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ പ്രിസർവേറ്റീവ്സ് ബിക്കോസ് ഓഫ് ദ റിസ്ക് ഓഫ് ഇറിറ്റേഷൻ ആൻഡ് ഡാമേജ് ടു ദ ടിഷ്യൂസ്. എവിടെയാണ് നമ്മൾ ഈ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്, സൊല്യൂഷൻ ഇൻറ്റൻഡഡ് ഫോർ ഇൻട്രാ ഓക്കുലാർ യൂസ്. സൊല്യൂഷൻ എവിടെ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ, നമ്മുടെ ഇൻട്രാ ഓക്കുലാറിൽ ഉപയോഗിക്കുന്ന സൊല്യൂഷനിൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രാ ഓക്കുലാറിൽ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യത്തില്ല എന്ന് നമ്മൾ പഠിച്ചു. അത് സിംഗിൾ യൂസ് ആണ് എന്നും പഠിച്ചു അല്ലേ. അത് ഒറ്റ തവണ മാത്രമേ യൂസ് ചെയ്യത്തില്ല, അവിടെയെല്ലാം പ്രിസർവേറ്റീവ്സ് ഫ്രീ ആയിരിക്കുമെന്ന് പഠിച്ചു. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സൊല്യൂഷൻ ഇൻറ്റൻഡഡ് ഫോർ ഇൻട്രാ ഓക്കുലാർ യൂസ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ പ്രിസർവേറ്റീവ്സ്. അവിടെ ആര് കാണില്ല, പ്രിസർവേറ്റീവ്സ് കാണത്തില്ല. ഇൻട്രാ ഓക്കുലാർ പ്രിപ്പറേഷൻസിൽ ആര് കാണില്ല, പ്രിസർവേറ്റീവ്സ് കാണത്തില്ല. ബിക്കോസ് ഓഫ് ദ റിസ്ക് ഓഫ് ഇറിറ്റേഷൻ ആൻഡ് ഡാമേജ് ടു ദ ടിഷ്യൂസ്. അതെന്ത് ചെയ്യും, ആ പ്രിസർവേറ്റീവ് നമ്മൾ ഇൻട്രാ ഓക്കുലാറിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ ഈ പ്രിസർവേറ്റീവ്സ് ഉണ്ടായാൽ എന്തുണ്ടാവും, ഒരു പക്ഷേ ഇറിറ്റേഷൻ വരാം. അതല്ലെങ്കിൽ അവിടെയുള്ള ടിഷ്യൂസിന് എന്ത് സംഭവിക്കും, ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രിസർവേറ്റീവ്സിനെ ഇൻട്രാ ഓക്കുലാറിൽ നമ്മൾ ഉപയോഗിക്കാത്തത്. ഓക്കെ, പിന്നെ പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ട് എക്സാമ്പിൾസ് നോക്കൂ. ബെൻസാൽകോണിയം ക്ലോറൈഡ്, അതിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന 0.01%. ബെൻസീതോണിയം ക്ലോറൈഡ്, അതും 0.01% ആണ്. ഫീനൈൽ മെർക്കുറിക് നൈട്രേറ്റ്, ആ ഫീനൈൽ മെർക്കുറിക് നൈട്രേറ്റിന്റെ പേഴ്സൻറ്റേജ് ഒന്ന് നോക്കാം. 0.002% ആണ് ഫീനൈൽ മെർക്കുറിക് നൈട്രേറ്റിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. എത്രയാണ്, 0.002% ആണ്. അതുപോലെ തന്നെ ക്ലോറാംബ്യൂട്ടോൾ ഉണ്ട്. ക്ലോറാംബ്യൂട്ടോളിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന 0.5% ആണ്. ഇത് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. പിന്നെയും നിങ്ങൾ വായിച്ച് കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കുക. ഒന്നെന്ന് പറയുന്ന മെയിനായിട്ടും ബെൻസാൽകോണിയം ക്ലോറൈഡ് ആണ്, അത് 0.01% ആണ്. അത് കഴിഞ്ഞിട്ട് ബെൻസ് തയോണിയം ക്ലോറൈഡ് ആണ്, അത് 0.1% ആണ്.
ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് ഉണ്ട്, അത് 0.002% ആണ്. ക്ലോറോ ബ്യൂട്ടനോൾ ആണ്, അതെന്ന് പറയുന്നത് 0.5% ആണ് ക്ലോറോ ബ്യൂട്ടനോൾ. അപ്പൊ ഇതൊക്കെയാണ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ഐ ഡ്രോപ്സ് ഇൻറ്റൻഡഡ് ഫോർ പ്രൊലോങ്ഡ് ട്രീറ്റ്മെന്റ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നേരത്തെ പഠിച്ച കുറേ പ്രിസർവേറ്റീവ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. ഈ ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് എന്ത് ചെയ്യും, ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ഐ ഡ്രോപ്സ് ഇൻറ്റൻഡഡ് ടു ബി പ്രൊലോങ്ഡ് ട്രീറ്റ്മെന്റ്. ഇപ്പോൾ ഒരുപാട് നാൾ നമ്മളൊരു ഐ ഡ്രോപ്സ് കുറച്ച് ലോങ് പീരീഡ് ഉപയോഗിക്കുന്നതാണ് ആണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഈ ഫീനൈൽ മെർക്കുറിക് നൈട്രേറ്റ് പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസിനെ നമ്മൾ പ്രൊലോങ് യൂസിൽ ഉള്ള നമ്മൾ എന്ത് ചെയ്യും, അതിനെ മാറ്റി നിർത്തും. ഓക്കെ, ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ഐ ഡ്രോപ്സ് ഇൻറ്റൻഡഡ് ഫോർ പ്രൊലോങ്ഡ് ട്രീറ്റ്മെന്റ്. കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെന്റിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഈ ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. അത് അടുത്തത് നോക്കാം. ബെൻസാൽകോണിയം ക്ലോറൈഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഐ ഡ്രോപ്സ് കണ്ടെയ്നിങ് ലോക്കൽ അനസ്തെറ്റിക്സ്. അപ്പൊ ലോക്കൽ അനസ്തെറ്റിക്സ് ഉള്ള ഐ ഡ്രോപ്സിൽ ആര് ഉപയോഗിക്കത്തില്ല, ബെൻസാൽകോണിയം ക്ലോറൈഡിനെ ഉപയോഗിക്കത്തില്ല. ഓക്കെ, ബെൻസാൽകോണിയം ക്ലോറൈഡ് ഏതിൽ ഉപയോഗിക്കത്തില്ല, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഐ ഡ്രോപ്സ് കണ്ടെയ്നിങ് ലോക്കൽ അനസ്തെറ്റിക്സ്. കുറച്ച് ലോക്കൽ അനസ്തെറ്റിക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രിപ്പറേഷൻസിൽ നമ്മൾ ആരെ ഉപയോഗിക്കത്തില്ല, ബെൻസാൽകോണിയം ക്ലോറൈഡിനെ നമ്മൾ ഉപയോഗിക്കത്തില്ല. ഓക്കെ, ആദ്യം പഠിച്ച് ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റിന്റെ പ്രൊലോങ് യൂസിലാണെങ്കിൽ അത് ആ പ്രിസർവേറ്റീവ്സിനെ നമ്മൾ ഉപയോഗിക്കത്തില്ല എന്ന് പഠിച്ചു. അടുത്ത എന്ത് പഠിച്ചു, ലോക്കൽ അനസ്തെറ്റിക്സ് ഉള്ള മെഡിസിൻസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള പ്രിപ്പറേഷൻസിലാണെങ്കിൽ നമ്മൾ ബെൻസാൽകോണിയം ക്ലോറൈഡിനെ നമ്മൾ ഉപയോഗിക്കത്തില്ല, അതും നോട്ട് സ്യൂട്ടബിൾ ആണ്. പിന്നെ അടുത്തൊരു പോയിന്റ് നോക്കാം, ക്ലോറോബ്യൂട്ടനോൾ എന്താണ്, അത് എന്ത് ചെയ്യും, ഓട്ടോക്ലേവ് ചെയ്യത്തില്ല എന്ന് പറയാം. കാരണം അതൊരു നമുക്കറിയാം ഓട്ടോക്ലേവിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ, ആ ഒരു ടെമ്പറേച്ചർ ഇതില് എന്ത് ചെയ്യും, ഈ ക്ലോറോബ്യൂട്ടനോൾ എന്തായിട്ട് മാറും എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറും. ആ ടെമ്പറേച്ചർ, ആ ഒരു ഹൈ ടെമ്പറേച്ചർ എക്സ്പോഷർ അതിലേക്ക് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഈ ക്ലോറോബ്യൂട്ടനോൾ എന്നുള്ള പ്രിസർവേറ്റീവ്സ് അവിടെ എന്ത് ചെയ്യും, നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതിന്റെ ആക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ ആ സ്ഥലത്ത് എന്ത് ചെയ്യും, മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, അത് ബാധിക്കുകയും ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഈ ക്ലോറോബ്യൂട്ടനോൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട് കൊടുത്ത് അതിനെ നമ്മൾ ഓട്ടോക്ലേവിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതൊരു ഹൈ ടെമ്പറേച്ചർ എക്സ്പോഷർ ഉണ്ടാവുകയും ഈ ക്ലോറോബ്യൂട്ടനോൾ cannot be autoclaved because it decomposes to hydraulic acid, make it susceptible to microbial growth and affected stability എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലോറോബ്യൂട്ടനോൾ എന്ത് ചെയ്യും, നമ്മുടെ ഓട്ടോക്ലേവിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഒരു ഹൈ ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് സംഭവിക്കും, ഈ ക്ലോറോബ്യൂട്ടനോൾ എന്തായി മാറും, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ക്ലോറോബ്യൂട്ടനോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഈ പ്രിസർവേറ്റീവ്സിന്റെ ആക്ഷൻ അവിടെ നഷ്ടപ്പെട്ടു. കാരണം പ്രിസർവേറ്റീവ്സ് അവിടെ ഇല്ലാതായി തീർന്നു. അപ്പോൾ ആ പ്രോഡക്റ്റിന് എന്ത് ചെയ്യത്തില്ല, മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ആ പ്രോഡക്റ്റിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഈ ക്ലോറോബ്യൂട്ടനോള് എന്ത് ചെയ്യും, ഓട്ടോക്ലേവ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ആയിട്ട് മാറും, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറും. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയി മാറുന്ന സമയം എന്ത് ചെയ്യും, അവിടെ മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാതെ പോകും. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിന്റെ സ്റ്റെബിലിറ്റിയെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ക്ലോറോബ്യൂട്ടനോള് ഉള്ള പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ എന്ത് ചെയ്യത്തില്ല, ഓട്ടോക്ലേവ് ചെയ്യത്തില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത നോക്കാം, ഐസോടോണിസിറ്റി അഡ്ജസ്റ്റേഴ്സ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ കണ്ണുമായിട്ട് നമ്മുടെ ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാലേ, എല്ലാ പ്രിപ്പറേഷൻസും ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പാരന്റൽ പ്രിപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഐസോടോണിക്സ് ആയിരിക്കണം, അത് കറക്റ്റ് ഐസോടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അത് ആ ഒരു സെല്ലിൽ സംഭവിക്കുന്നത് തന്നെയാണ് നമ്മുടെ
ഐ ഡ്രോപ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അത്രമാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ടോണിസിറ്റി റെഫേഴ്സ് ടു ദ ഓസ്മോട്ടിക് പ്രഷർ എക്സെർട്ട് ബൈ സാൾട്ട് ഇൻ അക്വസ് സൊല്യൂഷൻസ്. അപ്പോൾ എന്താണ് ഈ ടോണിസിറ്റി റെഫർ ടു ഓസ്മോട്ടിക് പ്രഷർ എക്സേർട്ട് ബൈ സാൾട്ട് ഇൻ അക്വസ് സൊല്യൂഷൻസ്. നമ്മുടെ അക്വസ് സൊല്യൂഷനിലെ സാൾട്ട് എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള ഒരു ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യണത്. അതിൽ നിന്ന് നമ്മുടെ കണ്ണിൻ്റെ ടോണിസിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കണം ആർക്കുള്ളത്, ഈ അക്വസ് സൊല്യൂഷനിലുള്ള സാൾട്ടുകൾക്ക് ഉണ്ടാവേണ്ടത്. Ophthalmic drops are considered as isotonic when the tonicity is equal to that of 0.9% സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ എന്തായിരിക്കണം, കറക്റ്റായിട്ട് 0.9% സോഡിയം ക്ലോറൈഡ് അത് ഈക്വൽ ആയിരിക്കണം കേട്ടോ. എത്രയായിരിക്കണം, നമ്മുടെ കണ്ണിനുള്ളിലേക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോണിക് സൊല്യൂഷൻസിലെ സോഡിയം ക്ലോറൈഡിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം. നമുക്കറിയാം നമ്മുടെ ടീയേഴ്സിന് ഒരു ഉപ്പുരസം ഉണ്ടല്ലേ, ഒരു ചെറിയൊരു ഉപ്പുരസമുണ്ട്. അപ്പം അതിലുപയോഗിക്കുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ എത്ര പേഴ്സൻറ്റേജ് ആയിരിക്കണം, 0.9% സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പിന്നെ എത്രയാണ് 1.9% ബോറിക് ആസിഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഐസോട്ടോണിക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ 0.9% സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ 1.9% ബോറിക് ആസിഡ് ഉപയോഗിക്കും. യൂഷ്വലി ടോളറേറ്റ് ദ സൊല്യൂഷൻ ഈക്വലന്റ് ടു 0.5 to 1.8% ഓഫ് സോഡിയം ക്ലോറൈഡ്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്, നമ്മുടെ ഐക്ക് ഒരു ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോളറേറ്റ് പവർ ഉണ്ട്. എത്ര തൊട്ട് എത്ര വരെയുള്ള ആ ടോളറേറ്റ് പവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്ര തൊട്ടാണ്, 0.5 to 1.8% സോഡിയം ക്ലോറൈഡിനെ വരെ നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഐസോട്ടോണിക്കിൽ എന്താണ്, ആ ഐസോട്ടോണിസിറ്റി എത്ര വരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കണ്ണിന് 0.5 to 1.8% വരെ നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാൻ പറ്റും. The eye can usually tolerate the solution equivalent to 0.5 to 1.8% of sodium chloride. ഈ അത്രയും വരെയുള്ള റേഞ്ചിലുള്ള സോഡിയം ക്ലോറൈഡിനെ നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് നോക്കാം. In certain cases, non-isotonic topical products also desirable. അപ്പോൾ ചില കണ്ടീഷനിൽ എന്ത് ചെയ്യും, നോൺ ഐസോട്ടോണിക് ടോപ്പിക്കൽ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യും. അത് ചില സർട്ടൻ കേസസിൽ മാത്രമാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇൻ സർട്ടൻ കേസസ് നോൺ ഐസോട്ടോണിക് ടോപ്പിക്കൽ പ്രോഡക്ട്സ് ഈസ് ആൾസോ ഡിസൈറബിൾ. അത് ഏത് കേസിലാണ് എന്നാണ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത്. അത് ഏത് കേസിലാണ് ഈ നോൺ ഐസോട്ടോണിക് ആയിട്ടുള്ള ടോപ്പിക്കൽ പ്രോഡക്ട്സിന് നമ്മൾ ഉപയോഗിക്കുന്ന കേസ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ കോർണിയൽ എഡിമ വരുന്ന സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും, നോൺ ഐസോട്ടോണിക് ടോപ്പിക്കൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ചില സ്പെഷ്യൽ കേസസിൽ ഇൻ സർട്ടൻ കേസസ് നോൺ ഐസോട്ടോണിക് ടോപ്പിക്കൽ പ്രോഡക്ട്സ് ഈസ് ആൾസോ ഡിസൈറബിൾ. അത് ഏത് കേസിലെന്നാണ്, ഹൈപ്പർട്ടോണിക് ഒഫ്താൽമിക് പ്രോഡക്ട്സ് ആർ യൂസ്ഡ് ടു റിലീവ് ദ കോർണിയൽ എഡിമ. ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള ഒഫ്താൽമിക് പ്രോഡക്ട്സ് ഏത് കേസിൽ ഉപയോഗിക്കും, കോർണിയൽ എഡിമയുടെ കേസിൽ ഉപയോഗിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് ഓയിൻമെൻറ്റ് കണ്ടെയ്നിങ് 2 or 5% സോഡിയം ക്ലോറൈഡ്. ആ ഓയിൻമെൻറ്റിൽ എത്രയായിരിക്കും സോഡിയം ക്ലോറൈഡിൻ്റെ അളവെന്ന് പറയുന്നത്, 2 മുതൽ 5 വരെയാണ് സോഡിയം ക്ലോറൈഡിൻ്റെ അളവെന്ന് പറയുന്നത്. അത് ഏത് കേസിലാണ് ഉപയോഗിക്കുന്നത്, കോർണിയൽ എഡിമയുടെ കേസിലാണ് നമ്മൾ ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള, ഹൈപ്പോ അല്ല ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള ഒഫ്താൽമിക് പ്രോഡക്ട്സ് കോർണിയൽ എഡിമയുടെ കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്ര വരെയാണ്, 2 മുതൽ 5% സോഡിയം ക്ലോറൈഡ് ആയിരിക്കും നമ്മളവിടെ ഈ ഹൈപ്പർട്ടോണിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് വെറ്റിംഗ് ഏജൻസ്. വെറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. പോളിസോർബേറ്റ് 20, പോളിസോർബേറ്റ് 80, ഇതൊക്കെയാണ് വെറ്റിംഗ് ഏജൻറ്റ്. എവിടെ ഉപയോഗിക്കുന്ന വെറ്റിംഗ് ഏജൻറ്റ്, ഓഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കുന്ന വെറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് പോളിസോർബേറ്റ് 20, പോളിസോർബേറ്റ് 80. Certain surfactant or wetting agents are added which help to penetration in the cornea and other tissues. എന്ത് ചെയ്യുന്നത്, അതെന്ത് ചെയ്യുന്നത്, നമ്മുടെ പെനിട്രേഷൻ എന്ത് ചെയ്യുന്നു,
എൻഹാൻസ് ചെയ്യുന്നു നമ്മുടെ കോർണിയയിലും അതർ ടിഷ്യൂസിലും. നമ്മൾ ഒഴിക്കുന്ന ഒഫ്താൽമിക് സൊല്യൂഷൻസ് എന്ത് ചെയ്യണം, നമ്മുടെ കോർണിയയിലേക്ക് പോകണം, അതുപോലെ തന്നെ അതർ ടിഷ്യൂസിലേക്കും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ വെറ്റിംഗ് ഏജൻസിനെ നമ്മൾ ആഡ് ചെയ്യും അല്ലേ. സെർട്ടൺ സർഫാക്ടന്റ് ഓർ വെറ്റിംഗ് ഏജന്റ് ആർ ആഡഡ് ഇൻ വിച്ച് ഹെൽപ്പ് ഇൻ പെനിട്രേഷൻസ് ഇൻ ടു ദ കോർണിയ ആൻഡ് അതർ ടിഷ്യൂസ്. ആ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്, പെനിട്രേഷന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഏതിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകണം ആ സൊല്യൂഷൻസ്, അല്ലെങ്കിൽ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ഏതിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകണം, കോർണിയയിലേക്കും അതുപോലെ തന്നെ അതർ ടിഷ്യൂസിലേക്കും പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യും, സർഫാക്ടന്റ് ഓർ വെറ്റിംഗ് ഏജൻസിനെ നമ്മൾ അവിടെ ആഡ് ചെയ്യും. ഏതൊക്കെ വെറ്റിംഗ് ഏജൻസ് ആണെന്നുള്ളതാണ് പോളിസോർബേറ്റ് 20, പോളിസോർബേറ്റ് 80, ഇതൊക്കെയാണ് വെറ്റിംഗ് ഏജൻസ്. ഓക്കെ, അടുത്ത പോയിന്റ്സ് നോക്കാം. നോൺ അയോണിക് സർഫാക്ടന്റ് ആർ പ്രിഫറബിൾ ബിക്കോസ് ദേ ആർ ജനറലി ലെസ് ഇറിറ്റേറ്റിംഗ് ദാൻ അയോണിക് സർഫാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയോണിക് സർഫാക്ടൻറ്റിന് ഉണ്ടാക്കുന്ന ഇറിറ്റേഷനേക്കാളും കുറവാണ് ആരുണ്ടാക്കുന്ന ഇറിറ്റേഷൻ എന്ന് പറയുന്നത്, നോൺ അയോണിക് സർഫാക്ടൻസ്. അപ്പോൾ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ ഈ നോൺ അയോണിക് സർഫാക്ടൻസ് ആണ് മോർ പ്രിഫറബിൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഈ നോൺ അയോണിക് സർഫാക്ടൻസ് ആണ് കുറച്ചുകൂടെ നമുക്ക് പ്രിഫറബിൾ എന്തെന്ന് വെച്ചാൽ, അയോണിക് സർഫാക്ടൻസ് ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ നോൺ അയോണിക് ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻസ് അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ആണ് എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, സ്റ്റെറിലൈസേഷൻ നോക്കാം. The eye drop final containers are sterilized by autoclaving or heating with the bactericides. അതിനാണ് ഒന്നുകിൽ നമ്മൾ ഓട്ടോക്ലേവിങ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയോസൈഡ്സ്. ബാക്ടീരിയോസൈഡ് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ചാർട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. അറ്റ് 98 to 100 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ നോക്കൂ, എത്ര ടെമ്പറേച്ചർ ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കൂ. 98 to 100 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, എത്ര സമയം, 30 മിനിറ്റ്സിലാണ്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോക്ലേവിങ് ചെയ്യും സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി ഫൈനൽ കണ്ടെയ്നറിന്. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയോസൈഡ്സ്. എത്രയാണ് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ നോക്കാം, 98 to 100 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 30 മിനിറ്റ്സ് ആണ്. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ മുന്നേ പഠിച്ചതുപോലെ തന്നെ എന്താണ്, ബാക്ടീരിയ ത്രൂ ഫിൽറ്ററിലൂടെ നമ്മൾ അതിനെ എന്ത് ചെയ്യും, അരിച്ചെടുക്കും. അത് ഫിൽട്രേഷൻ ത്രൂ ബാക്ടീരിയ ത്രൂ ഫിൽറ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അരിച്ചെടുക്കും. മെയിനായിട്ട് മെംബ്രെയിൻ ഫിൽറ്റർ അതിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ അരിച്ചെടുക്കും, സ്ട്രെയിൻ ചെയ്തെടുക്കും. അങ്ങനെയും നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തും. റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ബൈ എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ. അതല്ല, റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ഏതാണ്, അതിൽ അയണൈസിങ് റേഡിയേഷൻ ആണ് ഉപയോഗിക്കുന്നത്. റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ ഏതാണ് ഉപയോഗിക്കുന്നത്, അയണൈസിങ് റേഡിയേഷൻ ആണ് ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗാമ സ്റ്റെറിലൈസേഷൻ ഈസ് കറന്റ്ലി ദ മെത്തേഡ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് എഥിലീൻ ഓക്സൈഡ് ഫോർ സ്റ്റെറിലൈസിങ് മോസ്റ്റ് ഓഫ് ദ പാക്കിംഗ് കമ്പോണൻസ്. എന്താണ്, മുന്നേ നമ്മൾ ഗാമ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തിയിരുന്നതിനെ നമ്മൾ ഇപ്പം എന്ത് ചെയ്യും, ഈ ഗാമ സ്റ്റെറിലൈസേഷൻ ആണ് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഈ ഗാമ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ കൂടുതലായിട്ടും പാക്കിംഗ് മെറ്റീരിയൽസ് അല്ലേ, അപ്പോൾ ആ പാക്കിംഗ് കമ്പോണൻസിന് ഗാമ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യും. Gamma sterilization is currently the method used in place of ethylene oxide for sterilization most of the packing components. The ointment metal tubes are either autoclaved or sterilized with ethylene oxide. അതുപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ ഓയിൻമെന്റ്സിന് ഒരു മെറ്റൽ കണ്ടെയ്നർ ആണ് ഉപയോഗിക്കുന്നത്. ആ മെറ്റൽ കണ്ടെയ്നർ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ ഓട്ടോക്ലേവ് ചെയ്യും, അതല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തും. ഓയിൻമെന്റ് മെറ്റൽ ട്യൂബ്സ് ആർ ഏതർ ഓട്ടോക്ലേവ് ഓർ സ്റ്റെറിലൈസ്ഡ് വിത്ത് എഥിലീൻ ഓക്സൈഡ്. ഒന്നുകിൽ ഓട്ടോക്ലേവ് ചെയ്യും, അതല്ലെങ്കിൽ സ്റ്റെറിലൈസ്ഡ് വിത്ത് എഥിലീൻ ഓക്സൈഡുമായിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തും. ഒന്നെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓട്ടോക്ലേവ് ചെയ്യും, അല്ലെങ്കിൽ ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയോസൈഡ് ആണ്, അത് അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഏത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, 98 to 100 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 30 മിനിറ്റ്സ് ആണ്. അതല്ലെങ്കിൽ എന്താണ്,
ബാക്ടീരിയ ഫ്രൂ ഫിൽറ്റർ വെച്ചിട്ട് ഫിൽട്രേഷൻ പ്രോസസ്സ് നടത്തും. പിന്നെ അതല്ലെങ്കിൽ റേഡിയേഷൻ സെല്ലിസേഷൻ ബൈ എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ, ഏതാണ് അതല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഗാമ സെല്ലിസേഷൻ പ്രോസസ്സ് ഉപയോഗിക്കും. എന്താണ് പാക്കിംഗ് കമ്പോണൻസിന് വേണ്ടിയിട്ട് ഗാമ സെല്ലിസേഷൻ പ്രോസസ്സ് ഉപയോഗിക്കും. ഓയിൻമെന്റ് കണ്ടെയ്നേഴ്സിന് എന്താണ് ചെയ്യുന്നത്, ഓട്ടോക്ലേവ് ചെയ്യും. അതല്ലെങ്കിൽ സെല്ലിസേഷൻ വിത്ത് എഥിലീൻ ഓക്സൈഡുമായിട്ട് സെല്ലിസേഷൻ പ്രോസസ്സ് നടത്തും. അടുത്തതെന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ലെൻസ് ആണ്. നമുക്ക് 2 തരം കോണ്ടാക്ട് ലെൻസ് ഉണ്ടല്ലേ, ഹാർഡ് കോണ്ടാക്ട് ലെൻസും സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് എന്ന് പറഞ്ഞ 2 തരം കോണ്ടാക്ട് ലെൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒന്ന് ഹാർഡ് കോണ്ടാക്ട് ലെൻസ്, സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ്, RGP റിജിഡ് ഗ്യാസ് പെർമിയബിൾ ലെൻസ്. അതാണ് RGP എന്ന് പറയുന്ന റിജിഡ് ഗ്യാസ് പെർമിയബിൾ ലെൻസ്. ഏതൊക്കെയാണ്? ഹാർഡ് കോണ്ടാക്ട് ലെൻസ്, സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ്, RGP. ഇങ്ങനെ ഇത് 3 തരം കോണ്ടാക്ട് ലെൻസ് ഉണ്ട്. അതിൽ ഹാർഡ് കോണ്ടാക്ട് ലെൻസിന്റെ കാര്യം നമുക്ക് നോക്കാം. അത് ഹാർഡ് കോണ്ടാക്ട് ലെൻസ് കറക്റ്റായിട്ട് എന്ത് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഹൈഡ്രോഫോബിക് പ്ലാസ്റ്റിക്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിനെ ഒരു രീതിയിലും എന്താണ് വാട്ടർ ഹേറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ എന്താണ് വാട്ടർ ലവിങ്ങും, ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത് വാട്ടർ ഹേറ്റിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു രീതിയിലും വാട്ടറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്ത ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോളിമീഥൈൽ മെത്താക്രിലേറ്റ് വെച്ചിട്ടാണ് ആരെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ ഹാർഡ് കോണ്ടാക്ട് ലെൻസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഹാർഡ് കോണ്ടാക്ട് ലെൻസ് are usually made from hydrophobic plastic polymethyl methacrylate. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ആരെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഹാർഡ് കോണ്ടാക്ട് ലെൻസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാറിപ്പോവരുത്. ഏതാണ്? ഹൈഡ്രോഫോബിക് ആണ്. ഹാർഡിൽ ഹൈഡ്രോഫോബിക്കും സോഫ്റ്റിൽ ഹൈഡ്രോഫിലിക്കുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഹാർഡിൽ ഹൈഡ്രോഫോബിക്കും സോഫ്റ്റിൽ ഹൈഡ്രോഫിലിക്കുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാർഡിൽ ഹൈഡ്രോഫോബിക് പ്ലാസ്റ്റിക് പോളിമീഥൈൽ മെത്താക്രിലേറ്റ്. ഏതാണ്? പോളിമീഥൈൽ മെത്താക്രിലേറ്റ് അല്ലെങ്കിൽ PMMA വച്ചിട്ടാണ് ആരെ നിർമ്മിച്ചിരിക്കുന്നത്? ഹാർഡ് കോണ്ടാക്ട് ലെൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ലെൻസ് ആർ പ്രാക്ടിക്കലി ഇംപെർമിയബിൾ ടു ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തില്ല? അത് പാർഷ്യലി ഇംപെർമിയബിൾ ആണ്. എന്തിനൊക്കെ ആയിട്ടാണ്? ഓക്സിജനെയും മോയ്സ്ചറിനെയും പാർഷ്യലി ഇംപെർമിയബിൾ ആണ്. ഒരു പരിധി വരെ എന്ത് ചെയ്തിട്ടുള്ളൂ? അത് മോയ്സ്ചറിനെയും ഓക്സിജനെയും എന്തേ ഉള്ളൂ? കടത്തി വിടത്തുള്ളൂ. ഓക്കെ, PMMA എന്നുള്ള പ്രോഡക്ട്സ് പോളിമീഥൈൽ മെത്താക്രിലേറ്റ് ലെൻസസ് ആർ പാർഷ്യലി ഇംപെർമിയബിൾ ടു ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഈ PMMA പ്രോഡക്ട്സുകൾ എന്ത് ചെയ്യണം? ഒരു പരിധി വരെ മാത്രമേ ആരെയൊക്കെ കടത്തിവിടത്തുള്ളൂ? ഓക്സിജനെയും മോയ്സ്ചർ കണ്ടന്റിനെയും എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു ലെൻസിൽ കൂടെ കടത്തിവിടത്തുള്ളൂ. 2 സൊല്യൂഷൻസ് ഇൻവോൾവ് ഫോർ ദ വിയേഴ്സ് ഓഫ് ദ ഹാർഡ് കോണ്ടാക്ട് ലെൻസ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? 2 സൊല്യൂഷൻസ് വേണം അല്ലെ? 2 സൊല്യൂഷൻസ് എന്ത് ചെയ്യണം? ഹാർഡ് കോണ്ടാക്ട് ലെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? 2 ടൈപ്പ് സൊല്യൂഷനെ അല്ലെങ്കിൽ 2 തരം സൊല്യൂഷനെ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഒന്ന് വെറ്റിംഗ് സൊല്യൂഷന് ഉപയോഗിക്കേണ്ടി വരും. വെറ്റിംഗ് സൊല്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. പോളിമീഥൈൽ മെത്താക്രിലേറ്റ് ഈസ് പ്യുവർലി വെറ്റഡ് ബൈ ദ ലാക്രിമൽ ഫ്ലൂയിഡ്. അപ്പം എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? നമ്മുടെ ലാക്രിമൽ ഫ്ലൂയിഡുമായിട്ട് വളരെ എന്ത് ചെയ്യും? അതുമായിട്ട് നനയാനുള്ള ചാൻസ് എന്ത് ചെയ്യും? വളരെ കുറവാണ്. നമ്മുടെ ലാക്രിമൽ ഫ്ലൂയിഡിന് ഈ പോളിമീഥൈൽ മെത്താക്രിലേറ്റിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് എന്താണ്? കുറവായിരിക്കും. ഫുള്ളി വെറ്റഡ് ആണ് കേട്ടോ. അപ്പൊ കോണ്ടാക്ട് ലെൻസ് എന്ത് വേണം? അതിനൊരു മോയ്സ്ചർ കണ്ടന്റ് വേണം അല്ലേ? കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്തവർക്ക് അറിയാം അതിനൊരു ചെറിയൊരു നനവുണ്ട്. അപ്പൊ ആ നനവ് എന്ത് ചെയ്യണം? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? അതിനൊരു ചെറിയ നമുക്ക് കയ്യിൽ വെച്ച് നോക്കുമ്പോൾ അറിയാം അതിനൊരു ചെറിയൊരു നനവ് ഉണ്ട്. അത് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് വയ്ക്കുമ്പോൾ ആ ഒരു വെറ്റിംഗ് ഒരു നനവ് അതിന് വേണം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെറ്റിംഗ് ഏജന്റ്, വെറ്റിംഗ് സൊല്യൂഷൻ ആദ്യം ഉപയോഗിക്കും. പോളിമീഥൈൽ മെത്താക്രിലേറ്റ് ഈസ് purely wetted by the lacrimal fluid. Hence the contact lens required to moistening with wetting agents. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എന്താണ് വേണ്ടത്? ഒരു വെറ്റിംഗ് ഏജന്റിന്റെ സഹായം നമുക്കിവിടെ ആവശ്യമാണ്. ഇറ്റ് മേക്ക് ദ ഇൻസേർഷൻ ഓഫ് ഈസിലി ആൻഡ് കംഫർട്ടബിൾ. അതെന്താണ്? അതിൻ്റെ ഇൻസേർഷൻ എന്താണ്? ഈസി ആക്കാനും അതുപോലെ കംഫർട്ടബിൾ ആക്കാനുമായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു വെറ്റിംഗ് സൊല്യൂഷന്റെ ആവശ്യകത ഉള്ളത്. ഓക്കെ, അത് എന്താണ്? വാട്ടറിനെ അതെന്താണ്? നമ്മളെ ലാക്രിമൽ ഫ്ലൂയിഡിൽ നിന്ന് നനവ് പിടിച്ചെടുക്കാൻ
എടുക്കാനുള്ള അതിൻ്റെ കഴിവ് കുറയുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ആരുടെ ആവശ്യം വരുന്നത്? വെറ്റിംഗ് സൊല്യൂഷന്റെ ആവശ്യം വരുന്നത്. കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻ മേ ബി കണ്ടെയ്നിങ് വെറ്റിംഗ് ഏജന്റ്, തിക്കനിങ് ഏജന്റ്, പ്രിസർവേറ്റീവ്സ് ആൻഡ് ഐസോട്ടോണിക് അഡ്ജസ്റ്റേഴ്സ്. ഒരു കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻ നമുക്കറിയാം, കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷനിലാണ് നമ്മൾ ഇതിനെ കീപ്പ് ചെയ്യുന്നതെന്നല്ലേ. അപ്പൊ ആ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷനിൽ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വെറ്റിംഗ് ഏജന്റുകൾ വേണം, അതുപോലെ തിക്കനിങ് ഏജന്റ് വേണം, പ്രിസർവേറ്റീവ്സ് വേണം, ഐസോട്രോണിസിറ്റി അഡ്ജസ്റ്റേഴ്സ് വേണം. അപ്പൊ എന്തെല്ലാം സാധനങ്ങളാണ് ഒരു കോണ്ടാക്ട് ലെൻസിന്റെ സൊല്യൂഷനിൽ വേണ്ടത്? തിക്കനിങ് ഏജന്റ് വേണം, വെറ്റിംഗ് ഏജന്റ് വേണം, പ്രിസർവേറ്റീവ്സ് വേണം, ഐസോട്ടോണിക് അഡ്ജസ്റ്റേഴ്സ് വേണം. പിന്നെ അടുത്തതുപോലെ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏതാണ്? വെറ്റിംഗ് സൊല്യൂഷൻ ആണ് പഠിച്ചത്. അപ്പൊ ഇത് രണ്ടാമത് പറഞ്ഞു, ഹാർഡ് ലെൻസിനൊക്കെ എന്താണ് രണ്ട് ടൈപ്പ് സൊല്യൂഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഒന്ന് വെറ്റിങ്ങും മറ്റത് സ്റ്റോറേജ് സൊല്യൂഷൻസ് ആണ്. അത് നമ്മൾ കോണ്ടാക്ട് ലെൻസിന് സ്റ്റോറേജ് നമ്മൾ കണ്ണിൽ നിന്ന് എടുത്തിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് സൊല്യൂഷനും വേണം. ഫോർ ഓവർനൈറ്റ് ക്ലെൻസിങ്, സോക്കിംഗ് ആൻഡ് സ്റ്റോറേജ്. അതിനെ എന്ത് ചെയ്യണം? ക്ലെൻസിങ് ചെയ്യണം, അതുപോലെ തന്നെ സോക്കിംഗ് ചെയ്യണം, സ്റ്റോറേജ് ചെയ്യണം. ഇതിനെല്ലാം നമ്മൾ എന്തിൻ്റെ സഹായമാണ് തേടുന്നത്? ഈ സ്റ്റോറേജ് സൊല്യൂഷൻ്റെ സഹായമാണ് നമ്മൾ ഇവിടെ തേടുന്നത്. അപ്പോൾ ദ കോണ്ടാക്ട് ലെൻസ് ആഫ്റ്റർ ഇറ്റ്സ് റിമൂവ്. അപ്പം നമ്മൾ കോണ്ടാക്ട് ലെൻസ് റിമൂവ് ചെയ്യുന്ന സമയം അതിനെന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. എങ്ങനെ ക്ലീൻ ചെയ്യും? ക്ലീൻ വിത്ത് വെറ്റിംഗ് സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യും. ആൻഡ് വാട്ടർ, പിന്നെ വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യും. ആൻഡ് സ്റ്റോർഡ് ഇൻ സ്റ്റോറേജ് സൊല്യൂഷൻസ്. പിന്നെ എന്ത് ചെയ്യും? അതിനെ ആദ്യം വെറ്റിംഗ് ഏജന്റ് സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യും, പിന്നെ വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും? എവിടെ സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്? സ്റ്റോറേജ് സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിക്കും. എന്തിനു വേണ്ടി? ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. അതിൻ്റെ ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ സൂക്ഷിക്കും? സ്റ്റോറേജ് സൊല്യൂഷനിൽ സൂക്ഷിക്കും. ഓക്കെ. ഫോർ ഓവർനൈറ്റ് ക്ലെൻസിങ്, സോക്കിംഗ് ആൻഡ് സ്റ്റോറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കോണ്ടാക്ട് ലെൻസ് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന് ക്ലീനിങ് വിത്ത് വെറ്റിംഗ് ഏജന്റ്, അത് കഴിഞ്ഞ് വാട്ടറിൽ ക്ലീൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് സ്റ്റോറേജ് സൊല്യൂഷനിൽ കീപ്പ് ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ട്? പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് കണ്ടെയ്ൻ നോൺ അയോണിക് സർഫാക്ടന്റ് ഫോർ ക്ലെൻസിങ് ആൻഡ് പ്രിസർവേറ്റീവ്സ്. ഇതെല്ലാം എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് നോൺ അയോണിക് സർഫാക്ടൻസ് ആണ് അതിലുണ്ടാവുന്നത്. അതിലെന്താണുള്ളത്? നോൺ അയോണിക് സർഫാക്ടൻസ് ഫോർ ക്ലെൻസിങ് ആൻഡ് പ്രിസർവേറ്റീവ്സ്. നോൺ അയോണിക് സർഫാക്ടൻസ് ആണ് ക്ലെൻസിങ് ഏജന്റ് ആയിട്ടും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് ആയിട്ടും ആരെയാണ് ഉപയോഗിക്കുന്നത്? നോൺ അയോണിക് സർഫാക്ടന്റിനെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്ക് സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് നോക്കാം. ദേ ആർ മെയ്ഡ് ഓഫ് ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസസ്. ഞാൻ നേരത്തെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് എന്താണ് ഹാർഡിൽ എന്താ പഠിച്ചത്? ഹൈഡ്രോഫോബിക് ആയിരുന്നു. ഇവിടെ എന്താണ്? ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസസ് ലൈക്ക് ഹേമ. ലൈക്ക് എന്താണ്? HEM അല്ലെങ്കിൽ ഹേമ. അത് ഏതാണ് ഹേമ എന്ന് നോക്കൂ. ഹൈഡ്രോസി ഈഥയിൽ മെത്താക്രിലേറ്റ്. ഇവിടെ എന്താണ്? ഇവിടെ ഹൈഡ്രോസി ഈഥയിൽ മെത്താക്രിലേറ്റ് ആണ്. വിച്ച് ഡു നോട്ട് റിക്വയർ ദ യൂസ് ഓഫ് വെറ്റിംഗ് സൊല്യൂഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് വാട്ടർ ലവിങ് ആണല്ലേ, അവർ പൊതുവെ വാട്ടറിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആര് വേണ്ട? വെറ്റിംഗ് സൊല്യൂഷന്റെ ആവശ്യമില്ല അല്ലേ. ഇവിടെ നമുക്ക് ആരുടെ ആവശ്യമില്ല? വെറ്റിംഗ് സൊല്യൂഷന്റെ ആവശ്യമില്ല. മറ്റവരെന്തായിരുന്നു? ഹാർഡ്, അവര് വാട്ടറിനെ ഇഷ്ടമില്ലാത്തവരായിരുന്നു. അപ്പം നമുക്ക് അവിടെ വെറ്റിംഗ് സൊല്യൂഷന്റെ ആവശ്യമുണ്ട്. സോഫ്റ്റ്കാരെന്ന് പറഞ്ഞാൽ വാട്ടറിനെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് നമുക്ക് വെറ്റിംഗ് സൊല്യൂഷന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ ആരെ വേണം? സ്റ്റോറേജ് സൊല്യൂഷൻ മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ അല്ലേ. സോഫ്റ്റ് ലെൻസ് കണ്ടെയ്നിങ് 30% to 80% ഓഫ് വാട്ടർ. അപ്പോൾ എന്ത് ചെയ്യും? സോഫ്റ്റ് ലെൻസിൽ എത്രയുണ്ട് വാട്ടർ കണ്ടന്റ്? വാട്ടർ എന്ന് പറഞ്ഞാൽ 30% to 80% ഓഫ് വാട്ടർ ഉണ്ട്. സോഫ്റ്റ് ലെൻസ് കണ്ടെയ്നിങ് 30% to 80% ഓഫ് വാട്ടർ വിച്ച് എൻഹാൻസ് ദ പെർമിയബിലിറ്റി ടു ഓക്സിജൻസ്. എന്ത് ചെയ്യുന്നു? അതിൻ്റെ പെർമിയബിലിറ്റി, എന്തിൻ്റെ? ഓക്സിജന്റെ പെർമിയബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു. ദേ ആർ സോഫ്റ്റ് ഫ്ലെക്സിബിൾ ടൈപ്പ് ലെൻസ്. അവ എന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ടൈപ്പ് ലെൻസ് ആയിരിക്കും. സ്പെഷ്യൽ സ്റ്റോറേജ് സൊല്യൂഷൻസ് ആർ യൂസ്ഡ്. ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റോറേജ് സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പാക്കേജിങ് ആണ്. ഇതിന്റെ പാക്കിംഗ് ആണ്. എങ്ങനെയൊക്കെയാണ് ഇത് പാക്ക് ചെയ്യുന്നതാണ്? ഐ ഡ്രോപ്സ് ആർ പാക്ക്ഡ് ഇൻ
ന്യൂട്രൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് എന്താണ്, ഒന്നുകിൽ ന്യൂട്രൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ അതിനെ പാക്ക് ചെയ്യും, അല്ലെങ്കിൽ ടൈപ്പ് 1 ഗ്ലാസ്. ഓക്കെ, ന്യൂട്രൽ ഗ്ലാസ് അല്ലെങ്കിൽ ടൈപ്പ് 1 ഗ്ലാസ് അങ്ങനെയും ചോദിക്കും കേട്ടോ. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ഗ്ലാസ് എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ ന്യൂട്രൽ ഗ്ലാസ് ടൈപ്പ് 1 ഗ്ലാസ്, അതല്ലെങ്കിൽ എന്താണ് സ്യൂട്ടബിൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ നമുക്ക് കൂടുതലും പ്ലാസ്റ്റിക് ആണുള്ളത് അല്ലേ. നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽസ് അങ്ങനെ വളരെ റെയർ ആയിട്ടാണുള്ളത്. പൊതുവെ നമ്മൾ തന്നെ കണ്ടിട്ടില്ല എന്ന് പറയാം അല്ലേ. നമ്മുടെ ഫാർമസികളിലൊക്കെ കൂടുതലും വരുന്ന എന്താണ്, ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് കൂടുതൽ വരുന്നത് അല്ലേ. ഇപ്പൊ ഗ്ലാസ് ബോട്ടിൽസ് വരാറുണ്ടോ? ഇല്ലേ, അങ്ങനെ വളരെ റെയർ ആയിട്ടാണ് ഗ്ലാസ് ബോട്ടിൽസ് വരുന്നത്. എല്ലാം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഏത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കൂ. പോളി എഥിലിൻ അല്ലെങ്കിൽ പോളി പ്രൊപ്പിലിൻ ഒക്കെയാണ് നമ്മളാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ്. മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? പോളി എഥിലിനും പോളിപ്രൊപ്പിലിനും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ക്യാപ്പ് അല്ലേ, നമുക്ക് ബോഡി മാത്രമല്ലല്ലോ, അതിനൊരു ക്യാപ്പും വേണം. അപ്പൊ ക്യാപ്പും ഏതാണ്? അതും പോളിപ്രൊപ്പലിൻ ആണ്. മറ്റേത് ബോട്ടിൽസ് ഏതൊക്കെയാണ്? പോളി എഥിലീനും പോളിപ്രൊപ്പിലിനും. ക്യാപ്പ് എന്ന് പറയുന്നത് പോളിപ്രൊപ്പിലിൻ വെച്ചിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ കളർ കോഡാണ് കേട്ടോ. കുറച്ച് കളർ കോഡുണ്ട്, അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് കുറച്ച് കളർ കോഡുകളാണ്. അതിൻ്റെ ക്യാപ്പിൻ്റെ കളർ അനുസരിച്ച് നമ്മൾ അതിനെ ഏതൊക്കെ മെഡിസിൻസ് ആണ് അതിൻ്റെ അകത്തുള്ളത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ആൻറ്റി ഇൻഫെക്റ്റീവ്സ് അതെന്താണ്? ടാൻ കളറാണ്. അതിൻ്റെ ക്യാപ്പിന് ടാൻ കളറാണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അതുപോലെ സ്റ്റീറോയിഡ്സും വരുന്നത് പിങ്ക് കളറാണ്. മിഡ്രിയാറ്റിക് ആൻഡ് സൈക്ലോപ്ലീജിക് ആയിട്ട് വരുന്നത് റെഡ് കളറാണ്. നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി വരുന്നത് ഗ്രേ കളറിലാണ്. മയോട്ടിക്സ് ഏതിലാണ് വരുന്നത്? ഡാർക്ക് ഗ്രീനിലാണ്. മയോട്ടിക്സ് വരുന്നത് ഏതാണ്? ഡാർക്ക് ഗ്രീൻസ് ആണ്. ബീറ്റ ബ്ലോക്കേഴ്സ് എവിടെയാണ് വരുന്നത്? യെല്ലോസ് ആണ്. ബീറ്റ ബ്ലോക്കേഴ്സ് യെല്ലോ ആണ് കളർ എന്ന് പറയുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. മാറിപ്പോവരുത് കേട്ടോ. ബീറ്റ ബ്ലോക്കേഴ്സ് യെല്ലോ കളറും ബീറ്റ ബ്ലോക്കേഴ്സിന്റെ കോമ്പിനേഷൻസ് ഏതാണ്? ഡാർക്ക് ബ്ലൂ ആണ്. മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ബീറ്റ ബ്ലോക്കേഴ്സ് യെല്ലോയും അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. അഡ്രിനർജിക് അഗോണിസ്റ്റ് വരുന്നത് പർപ്പിൾ കളറും. അഡ്രിനർജിക് അഗോണിസ്റ്റ് ഏതിലാണ് വരുന്നത്? പർപ്പിൾ കളറിലും. കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ഓറഞ്ച് കളറും. പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗ് വരുന്നത് ടോർക്യോയ്സിലുമാണ്. ഏതൊക്കെയാണ് വരുന്നത്? ഒന്നും കൂടെ പറയാം. ആൻറ്റി ഇൻഫെക്റ്റീവ്സ് ഏതാണ്? ടാൻസ്. ആൻറ്റി ഇൻഫ്ലമേറ്റേഴ്സ് ആൻഡ് സ്റ്റീറോയിഡ്സ് പിങ്ക്. മിഡ്രിയാറ്റിക് ആൻഡ് സൈക്ലോപ്ലീജിക് വരുന്നത് റെഡ്. നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് വരുന്നത് എന്താണ്? ഗ്രേയിൽ. മയോട്ടിക് ആണെങ്കിൽ ഡാർക്ക് ഗ്രീൻ. ബീറ്റ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ യെല്ലോ. ബീറ്റ ബ്ലോക്കേഴ്സ് കോമ്പിനേഷൻസ് വരുന്നത് ഡാർക്ക് ബ്ലൂ. അഡ്രിനർജിക് അഗോണിസ്റ്റ് പർപ്പിൾ. കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ഓറഞ്ച്. പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗ്സ് ടോർക്യോയ്സ്. ഇത്രയുമാണ് ഈ ക്യാപ്പിൻ്റെ കളർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ അകത്തുള്ള മെഡിസിൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കളർ കോഡാണ്. പിന്നെ നമ്മൾ നേരത്തെ ഇപ്പം നോക്കൂ, മയോട്ടിക്സ്, ബീറ്റ ബ്ലോക്കേഴ്സ് കോമ്പിനേഷൻസ്, അഡ്രിനർജിക് ആഗോണിസ്റ്റ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് മെഡിസിൻസ് ഏതെന്നും കൂടെ ചോദിക്കാം. അങ്ങനെയും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയും ചോദിച്ചു വരാം. ഇപ്പം നമ്മൾ പൊതുവേ ഇതിൻ്റെ ആ ഒരു ക്ലാസ് പഠിച്ചത് ഇന്ന ക്ലാസ്സിലാണ് വരുന്നതെന്ന്. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഡ്രഗ്സുകൾ നമ്മൾ കുറച്ച് നോക്കാം. വളരെ കുറച്ച് ഡ്രഗ്സുകളെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ യെല്ലോ പഠിച്ചല്ലേ. യെല്ലോയിൽ എന്താണെന്ന് പഠിച്ചു? ബീറ്റ ബ്ലോക്കേഴ്സ് ആണെന്ന് പഠിച്ചു. ബീറ്റ ബ്ലോക്കേഴ്സ് ഏതൊക്കെ മെഡിസിൻസ് ആണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ടിമലോൾ, ലീവോബുനലോൾ, ബീറ്റാക്സലോൾ. ആ ബീറ്റാക്സലോളിൽ ലൈറ്റ് ബ്ലൂ ടോപ്പ് ഉണ്ടാവും. അതിൻ്റെ ലൈറ്റ് ബ്ലൂ ഒരു ടോപ്പും കൂടെ അതിനുണ്ട്. ഏതൊക്കെയാണ് ആ ബീറ്റ ബ്ലോക്കേഴ്സിൽ വരുന്നത്? ഏതെന്നാണ്? ടിമലോള്, ലീവോബുനലോള്, ബീറ്റാസലോൾ. ലൈറ്റ് ബ്ലൂ ടോപ്പും കൂടെ അതിനുണ്ടാവും. പിന്നെ അടുത്തത് റെഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഏതാണ്? മിഡ്രിയാറ്റിക് ആൻഡ് സൈക്ലോപ്ലീജിക് ആണ് അതിൽ വരുന്നത്. മിഡ്രിയാറ്റിക് ആൻഡ് സൈക്ലോപ്ലീജിക് ആണ് വരുന്നത്. വരച്ചിട്ട് കാര്യമില്ല, ഇത് റെഡ് കളറാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് മിഡ്രിയാറ്റിക് ഉപയോഗിക്കുന്നത്? ഡയലേറ്റിംഗ് ഐ ഡ്രോപ്സ്, നമ്മുടെ കണ്ണിനെ ഒന്ന് ഡയലേറ്റ് ചെയ്യാൻ അല്ലെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണ്? അട്രോപ്പിൻ,
ഹോമാട്രോപ്പിൻ, സൈക്ലോപെൻഡാലോയിഡ്, ട്രോപ്പിക്കാമൈഡ്, ഫീനൈൽ ലെഫിഡ്രിൻ. ഓക്കെ, ഏതൊക്കെയാണ്? മിഡ്രിയാറ്റിക് ആൻഡ് സൈക്ലോപ്ലീജിക്, അതെന്ന് പറഞ്ഞാൽ ഡയലേറ്റിംഗ് ഐ ഡ്രോപ്സ് കണ്ണിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? അട്രോപ്പിൻ വരും, ഹോമോട്രോപ്പിൻ വരും, സൈക്ലോപെൻഡലോയിറ്റ്, ട്രോപ്പിക്കാമൈഡ്, ഫീനൈൽ എഫിഡ്രിൻ. ഇത്രയും ഡ്രഗ്സുകളാണ് അതിനുള്ളിലേക്ക് വരുന്നത്, ആ ക്ലാസ്സിനുള്ളിലേക്ക് വരുന്നത്. അടുത്ത പിങ്ക്. പിങ്ക് എന്ന് പറയുന്നത് നമ്മളെന്താണ്? ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി സ്റ്റീറോയിഡ്സ് ആണ് വരുന്നത്. അത് ഏതൊക്കെ ഡ്രഗ്സുകളാണെന്ന് നോക്കൂ. ലോട്ടിപ്രെനലോൾ എത്താബൊണേറ്റ്, പ്രെഡ്നിസോളോൺ അസറ്റേറ്റ്, അതെന്ന് പറയുന്ന ഈ പ്രെഡ്ഫോർട്ട്, മിൽഡ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ബ്രാൻഡ് നെയിംസ് ആണ് കേട്ടോ. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല. ഈ മെയിനായിട്ട് ഈ ഡ്രഗ്സ് പ്രെഡ്നിസോളോൺ അസറ്റേറ്റ് ഒക്കെ അങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. റീമെക്സോലോൺ, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഡ്രഗ്സുകൾ. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. കുറച്ചൊക്കെ പഠിച്ചാൽ മതി, വാക്കുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പഠിക്കാനായിട്ട്. അപ്പം ഇത്രയും ഡ്രഗ്സുകളാണ് എന്ത് വരുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രെഡ്നിസോളോൺ അസറ്റേറ്റ്, റെമിസോലോൺ, അതുപോലെ ഡൈഫ്ലൂപ്പ് പ്രെഡിനേറ്റ് ആൻഡ് ലോട്ടിപ്രെനലോൾ എറ്റോബൊണേറ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഡ്രഗ്സുകൾ. പിന്നെ ഡാർക്ക് ഗ്രീൻസ് എന്ന് പറയുന്നത് മയോട്ടിക്സ് ആണ്. ഡാർക്ക് ഗ്രീൻസ് എന്ന് പറയുന്നത് ഏതാണ്? മയോട്ടിക്സ് ആണ്. അതാണ് പൈലോകാർപ്പിൻ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. പൈലോകാർപ്പിൻ വരുന്ന ആ ഒരു മെഡിസിൻ്റെ ക്യാപ്പിൻ്റെ കളർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്ത് തന്നെ പറയേണ്ടി വരുന്നത്. പൈലോകാർപ്പിൻ എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത്. മയോട്ടിക്സിൻ്റെ ക്ലാസ്സിലാണ് അത് വരുന്നത്. പൈലോകാർപ്പിൻ എന്താണ്? ഡാർക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത്. ഒറ്റ ഡ്രഗ്സേ ഉള്ളൂ, പഠിക്കാൻ എളുപ്പമാണ്. പൈലോകാർപ്പിൻ ഡാർക്ക് ഗ്രീൻ. അത് മയോട്ടിക്സിന്റെ ആ ഒരു ക്ലാസ്സിലാണ് വരുന്നത്, മയോട്ടിക്സിലാണ് വരുന്നത്. പിന്നെ അത് അടുത്ത നോക്കാം. ലൈറ്റ് ഗ്രീൻസ് എന്ന് പറയുന്നത് അഡ്രിനർജിക് ആണ്. അഡ്രിനർജിക് ആഗോണിസ്റ്റ് ആണ്. രണ്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അഡ്രിനർജിക് ആഗോണിസ്റ്റ് ആണ്. ഏതാണ്? അഡ്രിനർജിക് ആഗോണിസ്റ്റിന്റെ കോമ്പിനേഷൻ ആണ് ഏതിൽ വരുന്നത്? ലൈറ്റ് ഗ്രീൻ സെക്ഷനിൽ വരുന്നത്. അത് നോക്കാം. ബ്രിൻസോളമൈഡും ബ്രിമോനിഡിനുമാണ് അതിൻ്റെ ഡ്രഗ്സ്. ബ്രിൻസോളമൈഡ് ആൻഡ് ബ്രിമോനിഡിൻ, ഇത് രണ്ടുമാണ് ഏതാണ് വരുന്നത്? ലൈറ്റ് ഗ്രീനിൻ്റെ ആ ഒരു ഇതിൽ വരുന്നത്. ടോർക്യോയ്സിൽ വരുന്നതെന്ന് നോക്കൂ. പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗ്സ് അല്ലേ, പിന്നെ ബുമാറ്റോപ്രോസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്ന ടോർക്യോസിലാണ്. പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗ്സുകളാണ് അതിലേക്ക് വരുന്നത്. പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗ്സ് ആണ്. ലാറ്റാനോപ്രോസ്റ്റ്, അത് സലാട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. സലാട്ടാൻ, ലാറ്റാനോപ്രോസ്റ്റ്, ലൂമിഗാൻ, ബിമാറ്റോപ്രോസ്റ്റ്, ട്രാവാറ്റാൻ ഇസട്ട്, ട്രാവോപ്രോസ്റ്റ്, ഇതൊക്കെയാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് സലാട്ടാൻ, ലൂമിഗാൻ, ട്രാവാനിസഡ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ ബ്രാൻഡ് നെയിംസ് ആണ് കേട്ടോ. ട്രാവാറ്റാൻ, ലൂമിഗാൻ, സലാട്ടാൻ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ബ്രാൻഡ് നെയിംസ് ആണ്. ലാറ്റാനോപ്രോസ്റ്റ്, ബിമാറ്റോപ്രോസ്റ്റ്, ട്രാവോപ്രോസ്റ്റ്, ഇതൊക്കെയാണ് ആ ഒരു മെഡിസിൻസ് എന്ന് പറയുന്നത്. ട്രാവോപ്രോസ്റ്റ്, ബിമാറ്റോപ്രോസ്റ്റ്, ലാറ്റാനോപ്രോസ്റ്റ് ആണ്. അടുത്തത് ഓറഞ്ച്. ഓറഞ്ച് ഏതാണ്? കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ് ഓറഞ്ചിൽ വരുന്നത്. കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ അതൊക്കെയാണ് ഡോർസോളമൈഡും ബ്രിൻസോളമൈഡും. ഏതാണ്? ഡോർസോളമൈഡ് ആൻഡ് ബ്രിൻസോളമൈഡ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒഫ്താൽമി പ്രിപ്പറേഷൻസിൽ മെയിനായിട്ട് നമുക്ക് നോക്കാൻ. പ്രത്യേകിച്ച് ഈ കളർ കോഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് വട്ടം നിങ്ങൾ നോക്കി പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞില്ലേ, ആദ്യത്തെ ഏതൊക്കെ തിക്കനിങ് ഏജൻറ്റ്, വെറ്റിംഗ് ഏജൻറ്റ്സ് ഇതൊക്കെ ഏതൊക്കെയാണ്, അതുപോലെ പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം അതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് പഠിച്ചാലേ പറ്റത്തുള്ളൂ. വേറെ മാർഗ്ഗവും ഇല്ല, നമ്മൾ കാണാണ്ട് പഠിച്ചാലേ പറ്റത്തുള്ളൂ. അതുപോലെ അതിൻ്റെ കോൺസെൻട്രേഷൻസ് എല്ലാം പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇത് അത്യാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു പോർഷൻസ് കൂടെയാണ്. അപ്പോൾ ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം.